നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ വഴിത്തിരിവായിരുന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും താൻ നേരിട്ട് അത് കണ്ടറിഞ്ഞതുമാണെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞത്. ദിലീപിനെതിരെ നിരവധി ഓഡിയോകളും വീഡിയോകളും ബാലചന്ദ്രകുമാർ പുറത്തുവിടുകയും ചെയ്തു. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് കേസിൽ പുനരന്വേഷണം നടന്നതും. കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിന് വലിയ കുരുക്കായിരിക്കും ഈ വെളിപ്പെടുത്തൽ എന്നാണ് പ്രോസിക്യൂഷൻ വിലയിരുത്തിയത്. എന്നാൽ ഇതേ വെളിപ്പെടുത്തൽ കേസിൽ ദിലീപിനെ തുണച്ചുവെന്നാണ് വിധി വ്യക്തമാക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസ് പ്രോസിക്യൂഷൻ കരുത്തുപകർന്നുകൊണ്ടായിരുന്നു ദിലീപിനെതിരെ ഗുരുതര ആരോപണമായി ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയത്. പൾസർ സുനിയെ ദിലീപിന്റെ ആലുവ വീട്ടിൽ തച്ച് താൻ കണ്ടു എന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പിന്നീട് പൾസർ സുനിയും താനും ദിലീപും ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുവെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പലോസിനെ അപായപ്പെടുത്താനുള്ള ചർച്ചകൾ ദിലീപിന്റെ വസതിയിൽ വെച്ച് നടന്നുവെന്നും ഒരു പെണ്ണിന് വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തുവെന്ന രീതിയിൽ തന്റെ മുന്നിൽ വെച്ച് ദിലീപ് സംസാരിച്ചു തുടങ്ങിയെന്ന പല കാര്യങ്ങളും ബാലചന്ദ്രകുമാർ പറഞ്ഞു. അതീവ നിർണായകമായ ഈ വെളിപ്പെടുത്തലുകൾ പിന്നീട് രഹസ്യമൊഴിയായി കോടതി രേഖപ്പെടുത്തി. ഏകദേശം 51ഓളം പേജുള്ള രഹസ്യമൊഴിയാണ് എടുത്തത്. പിന്നാലെ ഗൂഢാചോദന, വധശ്രമം എന്നീ വകുപ്പുകളിൽ ചുമത്തി ദിലീപിനെതിരെ കേസെടുത്തു. നടിയെ ആക്രമിക്കാൻ ദിലീപാണ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നായിരുന്നു കേസ്. സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തൽ സഹായിക്കുമെന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തി. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ദിലീപിനെ തുണയ്ക്കുന്ന തരത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. കാരണം നടിയെ ആക്രമിക്കാൻ ഗൂഢാചരണം നടത്തിയ ശേഷം ദിലീപും പൾസർ സുനിയും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയോ പരസ്പരം സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ ആദ്യ വാദ്യം. താനും സുനിയും തമ്മിലുള്ള ബന്ധം രഹസ്യമായി സൂക്ഷിച്ചുവെക്കാനാണ് ദിലീപ് ഇത് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ദിലീപ് പൾസർ സുനിയുമായി പരസ്യമായി സൗഹൃദം നിലനിർത്തിയെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് കോടതി പറയുന്നത്. ബാലചന്ദ്രൻ ഗൗഡ പോലൊരു വ്യക്തി വീട്ടിലുണ്ടായപ്പോൾ പൾസറിനെ മറ്റൊരു രഹസ്യകേന്ദ്രത്തേക്ക് മാറ്റാൻ പോലും ദിലീപ് തയ്യാറായില്ലെന്നും ബാലചന്ദ്രകുമാറിന്റെ മുമ്പിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് ദിലീപ് സംസാരിച്ചുവെന്ന് സംശയകരമാണെന്നും ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വസിലെടുക്കാൻ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അതായത് കേസിൽ പ്രോസിക്യൂഷന് ഗുണമാകുമെന്ന് കരുതിയ ചന്ദ്രകുമാറിന്റെ മൊഴി അക്ഷരാർത്ഥത്തിൽ തുണച്ചില്ലെന്ന് മാത്രമല്ല അത് ദിലീപിന് ഗുണകരമാവുകയും ചെയ്തു.